Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ്. പ്രഷർ കുക്കറിൽ സാമ്പാർ പൊടിയൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ സാമ്പാർ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. കീപ് വാച്ചിങ്. hope you like it. സാമ്പാർ തയ്യാറാക്കാൻ എന്തൊക്കെ പച്ചക്കറികൾ വേണം നോക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ 5 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ ഒന്ന് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മുരിങ്ങയ്ക്കയുടെ ഏകദേശം ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചേമ്പൻ കിഴങ്ങ് അല്ലെങ്കിൽ ചേമ്പ് മുട്ട എന്നൊക്കെ പറയും, അതിൻ്റെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നവരുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളരിക്കയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പടവലങ്ങയും ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോയാണ്. ഒരു ടൊമാറ്റോ, ഒരുപാട് ടൊമാറ്റോ യൂസ് ചെയ്യരുത്, എന്നാൽ ഭയങ്കര പുളിയായിപ്പോവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കത്തിരിക്കയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. 4 പച്ചമുളക് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യമരക 8 യമരക എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഓൾറെഡി കഴുകിയതാണ്, എന്നാലും ഒന്നും കൂടെ കഴുകിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ COVID-19 സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് വെജിറ്റബിൾസും സാമ്പാർ പരിപ്പൊക്കെ വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയെടുത്തതാണ്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വേവിക്കുന്നത്. ഒരുമിച്ച് ആണ് വേവിക്കുന്നത്, അല്ലാതെ ഓരോന്ന് സ്റ്റെപ്പായിട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പാർ പരിപ്പിട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇടുന്നത് ഏറ്റവും കൂടുതൽ വേവ് വേണ്ടത് അടിയിലും കുറച്ച് വേവ് വേണ്ടത് മുകളിലും അങ്ങനെയാണ് ലെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് യമരക്കയാണ്. യമരക്ക കണ്ടോ, ഈ രീതിയിൽ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിനെ വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, ഈ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇതുപോലെ 2ആയിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന വെള്ളരിക്കയാണ്. വെള്ളരിക്ക കണ്ടോ, ഇതുപോലെ ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അരിയുമ്പോൾ എല്ലാം ഒരേ സൈസിന് അരിയാൻ ശ്രദ്ധിക്കുക, കാരണം എന്നാലേ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കത്തിരിക്കയാണ്. കത്തിരിക്കയും വെള്ളരിക്കയെ പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്, നീളത്തിനല്ല അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ അവിയലിനാണെങ്കിൽ എല്ലാം നീളത്തിന് അരിയും, ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്യൂബ് ഷേപ്പിനാണ് അരിയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തത് ചേമ്പൻ കിഴങ്ങാണ്. ചേമ്പൻ കിഴങ്ങും അതേ സൈസിൽ തന്നെയാണ്. പിന്നെ ഇനി പടവലങ്ങ അതുപോലെ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക കണ്ടോ, ഇതുപോലെ നീളത്തിനാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ അരിഞ്ഞിരിക്കുന്നത് ഇതുപോലെയാണ്. ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മുളകാണ്. മുളക് നമ്മൾ താഴെ ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ട്, വളരെ നമ്മൾ 2ആയിട്ടൊന്നും മുറിക്കുന്നില്ല, ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 ടീസ്പൂൺ കായം പൊടിയാണ്. കായം പൊടി അല്ലാണ്ട് മുഴുവനായിട്ട് കട്ടയായിട്ട് കിട്ടും, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് പുളിയാണ്. കണ്ടോ, ഇതുപോലത്തെ ഒരു ചെറിയ സൈസ് പുളി എടുത്തതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞ് പുളിയുടെ ചാറ് ഫുള്ള് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു വിസിൽ കേട്ടാൽ മതി, ഒരുപാട് കേൾക്കരുത്, എന്നാൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് വേവിക്കാം. വേവിച്ചതിന് ശേഷം ഇതിൻ്റെ ഫുൾ ആവി പോയതിന് ശേഷം ഇത് നമുക്ക് തുറക്കാം.
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ച് മാറ്റി വെച്ചിരുന്നതാണ് കണ്ടോ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ ബാക്കി ചെയ്യാവുന്നതാണ്. വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കറിപ്പൊടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം നമുക്കിതിൽ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലോട്ട് വേറെ സാമ്പാർ പൊടി എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ കറിപ്പൊടികളാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, കാരണം വെജിറ്റബിൾസൊക്കെ വെന്തതായതുകൊണ്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാമ്പാർ എത്ര നമുക്ക് അതിൻ്റെ ആ കറിയൊക്കെ വേണോ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചാലും മതി. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ സാമ്പാർ പൊടിയല്ല ആഡ് ചെയ്തത്, എന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുള്ളൂ. ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൽ നമുക്ക് കടുക് വറുത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ കടുകാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളകിനെ 2ആയിട്ട് മുറിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കൊത്ത് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കടുക് വറുത്തതിന് നമുക്ക് സാമ്പാറിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് അപ്പോൾ തന്നെ അടച്ച് അങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ആഹാരം കഴിക്കുന്നത് ആ സമയത്ത് എടുക്കുക. അപ്പോൾ നല്ലൊരു മണവും സാമ്പാറിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യ വിഭവത്തിലെ 2ാമത്തെ വിഭവമാണിപ്പോൾ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.